അനൂപ്, രണ്ടാമത്തെ ദിവസം പൊതുവെ എല്ലാവരും ഒരു ഡി എസ്കലേഷനാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുന്നു, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. ഇന്ത്യയുടെ ഹരോപ്പ് അടക്കമുള്ള ഡ്രോണുകൾ പാകിസ്ഥാനിൽ എത്തുന്നു. അത് ലാഹോറിലെ ഒരു സൈനിക ടാർഗറ്റിന് സമീപത്താണ് വീണത്. 4 പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. റാവൽപിണ്ടിയിൽ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം ഇരിക്കുന്നത് റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയിൽ 3 ഡ്രോണുകൾ എത്തി. അതിൽ ഒരു ഡ്രോൺ വീണത് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഫുഡ് വെൻഡിംഗ് ഏരിയയിലാണ്. എന്ന് മാത്രമല്ല PSL റാവൽപിണ്ടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. PSL മത്സരങ്ങളെല്ലാം ഇപ്പോൾ കറാച്ചിയിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. ക്രിക്കറ്റ് താരങ്ങളെ അടക്കം ഒഴിപ്പിക്കേണ്ട സാഹചര്യം പാക് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച്, PCBയെ സംബന്ധിച്ചുണ്ടാവുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ പെന്റഗൺ എന്നറിയപ്പെടുന്ന റാവൽപിണ്ടി, അവരുടെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ ലാഹോർ, ഇതൊക്കെ വളരെ ഈസിയാണ്, ഡ്രോണുകൾക്ക് തന്നെ ആക്സസിബിൾ ആണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസും മറ്റുമൊക്കെ അടയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വൾണറബിലിറ്റി തിരിച്ചറിഞ്ഞായിരിക്കുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരിക്കുമോ? തിരിച്ചടി എന്ന ലക്ഷ്യം ഉറപ്പായും പാകിസ്ഥാൻ ഉണ്ടാവും. കാരണം അത്രയധികം കുഴപ്പം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഡ്രോണുകൾ വന്ന് ലാഹോറിലായാലും റാവൽപിണ്ടിയിലായാലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്. രാജ്യത്തിനകത്ത് തന്നെ പല മേഖലകളിൽ സർക്കാർ എടുത്ത നടപടികൾ പോരാ എന്ന ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെഹ്രീക്ക് താലിബാന്റെ ഉൾപ്പെടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിർത്തി പ്രദേശത്തെ ഇരുഭാഗത്തുമുള്ള ജനങ്ങളുടെ ജീവിതം അസാധ്യമാവും വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്നലെ പുലർച്ചയോടുകൂടി പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ സേന പൂഞ്ചിൽ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തിയിരുന്നു. അതിൽ 16 സാധാരണക്കാരായ മനുഷ്യർ, നമ്മുടെ അതിർത്തി പ്രദേശത്തുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 60ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെ എത്ര ആളുകൾ മരിച്ചു എന്നോ എത്ര ആളുകൾക്ക് പരിക്കേറ്റു എന്ന കണക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ കുഴപ്പം സംഭവിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശത്താണ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ കൂടുതലായും സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അതിർത്തി പ്രദേശത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായി വരികയാണിപ്പോൾ.